ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതായത് നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ, നാടൻ കോഴി പൊരിച്ചത്. നാടൻ കോഴിയല്ല, നാടൻ സ്റ്റൈലിൽ കോഴി പൊരിച്ചത്. ഇത് നമ്മളെ കുട്ടികൾക്കും കൂടെ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് എരിവൊക്കെ കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അതിൽ എരിവിലൊക്കെ മാറ്റം വരുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ഞാൻ പണ്ട് ഇതേപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ അല്ല, അതായത് ചിക്കൻ പോപ്സ്. ചിക്കൻ പോപ്സ് ഇത് കുറേ പേര് കണ്ടിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ചിക്കൻ പൊരിച്ചത് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിന്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കൻ മീഡിയം പീസസ് ആയിട്ടാണ് മുറിച്ച് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഞാൻ കുറച്ച് തൈരിൽ സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം നന്നായി കഴുകിയതിന് ശേഷം അതിൽ കുറച്ച് വിനീഗർ ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ വെച്ചു. എന്നിട്ട് കഴുകിയെടുത്തു, നന്നായി കഴുകിയെടുത്തു. ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യും വരഞ്ഞു വെക്കത്തില്ല, അതുപോലെ തന്നെ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മസാലക്കുള്ളിലേക്ക് കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് നമുക്ക് ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അങ്ങ് അരിഞ്ഞിടാം. നാടൻ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 5ഓ 6ഓ വെളുത്തുള്ളി വേണ്ടി വരും. നാടൻ വെളുത്തുള്ളിക്കാണ് ഏറ്റവും നല്ല ഫ്ലേവർ വരിക. അപ്പം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഒരുപാട് അങ്ങ് ആവാൻ പാടില്ല. ഇഞ്ചി ഒരുപാട് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ വറുക്കുമ്പോഴും അതുപോലെ തന്നെ ചിക്കൻ വറുക്കുമ്പോഴും അങ്ങനെ താഴെ അങ്ങ് ഒട്ടിപ്പിടിക്കും. മസാലയൊക്കെ നമ്മുടെ കടായിലോട്ട് വറക്കാൻ ഉപയോഗിക്കുന്ന തവയിൽ മേലെ ഒട്ടിപ്പിടിക്കും. ചിക്കനിലെ പീസസിലൊന്നും പിടിക്കില്ല. അത് വെളുത്തുള്ളി കൂടി കഴിഞ്ഞാലും ഇഞ്ചി കൂടി കഴിഞ്ഞാലും അത് പ്രശ്നമാണ്. അതുകൊണ്ട് എപ്പോഴും അതിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 3 പച്ചമുളകാണ്. അത് ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ 4 ചെറിയുള്ളി ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ചെറുള്ളിക്ക് ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക നാടൻ ഫ്ലേവർ വരും നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചെറുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുള്ളി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. പിന്നെ ഒരു 4-5 കറിവേപ്പില. പിന്നെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള് പെരിഞ്ജീരകം. ഒരു പ്രത്യേക ടേസ്റ്റാണ് പെരിഞ്ജീരകം ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയും നാടൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ കാശ്മീരി മുളക് പൊടി ചേർക്കണമെന്ന്. പക്ഷേ നമ്മുടെ ഈ അളവിൽ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് എരിവ് കൂടുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് പരണ്ടിരിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. വീനാസ് കറിവേൽ ഗരം മസാല സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ പീസസ് ഒക്കെ ഒന്ന് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം, കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം അരിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. മസാല റെഡിയാക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. പിന്നെ അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ്റെ പീസസ് കഴിക്കുമ്പോൾ. ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആയിട്ട് അങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതങ്ങ് അരച്ച് കൊണ്ടുവരട്ടെ. ഞാൻ മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചിക്കനിലോട്ട് എല്ലാം പരട്ടി വെക്കാം.
ചിക്കനിൽ ഒട്ടും വെള്ളമില്ല, ഞാൻ കംപ്ലീറ്റ് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ മിനിമം 20 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതേസമയം നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതിലേക്കൊക്കെ ചിക്കനിലോട്ടൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഓവർനൈറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് എങ്കിലും വെക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അതുകൊണ്ടാണ് നമ്മൾ വരയാൻ പറയുന്നത്. അപ്പോൾ ചിക്കൻ്റെ പീസസിൻ്റെ ഈ വരഞ്ഞ ഭാഗത്തേക്ക് ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് അങ്ങ് മസാല എത്തിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മസാല ഇതിൽ മിക്സ് ചെയ്യുന്നേക്കാൾ മുൻപായിട്ട് മസാലയുടെ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവാണോ, പുളി കുറവാണോ, എരിവ് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ നോക്കിയ മസാലയുടെ എല്ലാം കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് 12 മണിക്കൂർ കൂടുതൽ നോർമൽ റെഫ്രിജറേറ്ററിൽ വെക്കാൻ പാടില്ല. 12 മണിക്കൂർ കൂടുതലാണെങ്കിൽ എപ്പോഴും ഫ്രീസറിൽ വെക്കണം. അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കേടായി പോകും. അപ്പോൾ ഇത് തൽക്കാലം ഞാനിപ്പോൾ സാധാരണ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. കാരണം 2 മണിക്കൂർ മാത്രം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അടച്ച് വെക്കണം. എപ്പോഴും ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് നോൺ വെജ് വെക്കുമ്പോൾ അടച്ച് സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നാടൻ ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺഫ്ലവർ ഓയിലോ ഏതേ ഓയിലായാലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചിക്കൻ്റെ പീസസിൻ്റെ പകുതി ഭാഗമെങ്കിലും മുങ്ങി നിൽക്കാനുള്ള എണ്ണ വേണം. ഇത് മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ കൂട്ടത്തിൽ കൂടെ കേട്ടോ. നമ്മളിപ്പോൾ ഈ ചിക്കൻ ഫ്രൈയിൽ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം. വീട്ടിലുണ്ടാക്കുമ്പോൾ ഇപ്പോൾ കളർ ചേർക്കാതിരിക്കാൻ നല്ലത്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്താ സ്മെല്ലെന്ന് അറിയും ഇവിടെ. കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലുമാണേ. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇവിടത്തെയൊക്കെ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. പക്ഷേ ഇത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയം തൈരിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. ചിലവർ ഇതിൽ പപ്പായ പേസ്റ്റൊക്കെ അരച്ച് ചേർക്കും ചിക്കനും മട്ടനൊക്കെ ടെൻഡർ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തൈരിൽ തന്നെ നമുക്ക് കുറച്ച് നേരം സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. പ്രത്യേകിച്ചും ചിക്കൻ വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നന്നായി 2 ഭാഗത്തും ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട കാരണം നല്ല കളറുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. കാണാൻ നല്ല രസമാണ്, കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. പിന്നെ വേറെ ഇതൊന്നും ഇല്ലല്ലോ, ഭയങ്കര ഈസിയല്ലേ. വെറുതെ നമ്മൾ ചിക്കൻ ഫ്രൈ നോർമൽ ചിക്കൻ ഫ്രൈ തന്നെ പ്രത്യേകതയൊന്നുമില്ല, എന്നാലും ചെറിയൊരു പ്രത്യേകത ഉണ്ട് താനും അല്ലേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ തട്ടുകട ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടയ്ക്ക് തിരിച്ചും മറിച്ചിടാൻ മറക്കരുത്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കുക്കായി ഉറപ്പ് വരുത്തണം. നമ്മുടെ ചിക്കൻ ഫ്രൈ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾ നോക്കുക, ഒരെണ്ണം എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് വെന്തിട്ടുണ്ടോ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഓരോ പീസ് കഴിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാൻ തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള മാരിനേഷൻ ചെയ്തിരിക്കുന്നതിൽ കുറച്ചും കൂടി ഉപ്പ് കൊടുത്തോളൂ കേട്ടോ. ഫ്രൈ ആയി എന്നുള്ള ലക്ഷണമാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, നന്നായി ഉള്ളിലൊക്കെ കുക്ക് ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഓവറായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായിട്ട് പോകും നമ്മളെ ചിക്കൻ്റെ പീസസ്. പൊട്ടിത്തെറിക്കുമ്പോൾ സൂക്ഷിക്കാം, അവിടെ മാറി നിൽക്കുക, മോത്തിക്കൊന്നും തെറിക്കേണ്ട. ഇതുപോലെ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറും വരും നമ്മുടെ ചിക്കൻ്റെ പീസസിലൊക്കെ. അപ്പോൾ അത് റെഡി ആയിട്ടില്ല, ഞാൻ എടുത്ത് മാറ്റാൻ പോവാണ് കേട്ടോ. അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇതിട്ട് എണ്ണ പെട്ടെന്ന് വാങ്ങുന്ന പൂക്കളും. ഇതിപ്പോൾ 2ാമത്തെ സെറ്റാണ് കേട്ടോ. ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കൊക്കെ ആണെങ്കിൽ വലിയ പാത്രത്തിലോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒറ്റയടിക്കാൻ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് 1 കിലോ ചിക്കൻ എന്ന് പറയുന്നത്. പിന്നെ മീഡിയം പീസസ് ആണെങ്കിലാണ് നല്ലത്. ഒരുപാട് ചെറുതാക്കേണ്ട, ഒരുപാട് വലുതാക്കേണ്ട. മീഡിയം സൈസിൽ പീസസ് ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു, ഇതിന് ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ് ചിക്കൻ. ഒരുപാട് ഹാർഡ് ആവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. 2ാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ലാസ്റ്റ് ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് അധികം എരിവില്ല. അതേസമയം നിങ്ങൾക്ക് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്തിരിക്കുന്നതിൽ കൂടെ കുറച്ചും കൂടെ മുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ എണ്ണം കൂട്ടിക്കോളൂ കേട്ടോ. ഇതൊരു മീഡിയം എരിവാണ്, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എരിവാണത്. ഞാൻ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ മറ്റേ തട്ടുകട ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല എരിവായിരുന്നു. പിന്നെ മാത്രമല്ല ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് വറുത്തിടാൻ പോകുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിൻ്റെ എരിവും കൂടെ വന്നോളും. 1 കിലോ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് എണ്ണയിലോട്ട് ഞാൻ ഒരു 10 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്ത് കോരാനാണ്. പച്ചമുളക് പൊട്ടിത്തെറിക്കാൻ സൂക്ഷിക്കുക. എപ്പോഴും ഇട്ടതിന് ശേഷം മാറി നിൽക്കുക. ഇതിൽ നമ്മൾ താഴെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തോളൂ. ഭയങ്കര ടേസ്റ്റാണ് താഴത്തെ മസാല. ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കണ്ട. പക്ഷേ എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. പച്ചമുളക് നന്നായി ഫ്രൈ ആവണം, അല്ലെങ്കിൽ പച്ചച്ചൊവ ഉണ്ടാവും. ഈ പച്ചമുളകിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു വൈറ്റ് കളറായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോഴാണ് പച്ചമുളക് ഫ്രൈ ആയിട്ടുണ്ടെന്ന് അതിൻ്റെ മീനിങ്.
ഇവിടെ പച്ചമുളക് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി ആ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ കോരി മാറ്റി വെച്ചിട്ടില്ല, അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പപ്പടം വറക്കാൻ പോകുന്നത് ഈ എണ്ണയിലിട്ടിട്ട്. നിർബന്ധമില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. ഞാനിങ്ങനെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ചിക്കൻ ഫ്രൈൻ്റെ മുകളിൽ കൂടി ഞാൻ നിറയെ പപ്പടം വറുത്തിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അതിനുശേഷം ഞാൻ ഇതേപോലെ നാടൻ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പപ്പടം വറുത്തിടാറുണ്ട്. അപ്പോൾ നിർബന്ധങ്ങളൊന്നുമില്ല, ഞാൻ ഇടുന്നു മാത്രം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ തീ മീഡിയത്തിലോട്ട് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ പപ്പടം ചെറുതാക്കി മുറിച്ചിട്ടേക്കാണ്. അപ്പോൾ ആ റെഡ് കളറായ എണ്ണയുടെ കളറിലോട്ട് ഇങ്ങനെ പപ്പടം വരുമ്പോൾ കാണാനും ചന്ത ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. ആ ഫ്ലേവർ കംപ്ലീറ്റ് പപ്പടത്തിൽ പിടിച്ചിട്ടുണ്ടാവും. ചെറുതാക്കി മുറിച്ചിടുമ്പോഴാണ് കേട്ടോ പപ്പടം കാണാൻ നന്നായിട്ടുണ്ടാവുക. ഒരു മൊത്തത്തിലേക്ക് പപ്പ് ചെയ്യരുത്, പപ്പടം കോരിയെടുക്കുക. എന്നിട്ട് ആ ചിക്കൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. കവറിലുണ്ടായിരുന്ന പപ്പടമാണ് കേട്ടോ ഞാൻ എടുത്തത്. 10 പപ്പടം തോന്നുന്നു, എത്ര എണ്ണി നോക്കിയില്ല. ബാക്കിയുള്ള പപ്പടം കൂടെ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ പരിപാടി. ഇങ്ങനെയാണ് നമ്മുടെ നാടൻ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കുക. നാടൻ ചിക്കനല്ല, നാടൻ രീതിയിൽ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കുക കേട്ടോ. എൻ്റെ വേർഷനാണിത്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ്, അതേസമയം ഭയങ്കര ടേസ്റ്റിയാണ്. മതി. പപ്പടം എന്ത് സാധനമാണെങ്കിലും എടുത്തതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സാധനം എണ്ണ കുടിക്കും. അതുകൊണ്ട് ഈ പപ്പടം എടുത്തതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്ത് കൊടുക്കും. ഇവിടെ നാടൻ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഞാൻ ഈ പപ്പടം മാത്രം കഴിക്കുക, ഞാൻ ചിക്കൻ എന്തായാലും കഴിക്കുന്നില്ല. ഇത് ഞാൻ ചെയ്യാറുള്ളതാണ്, അടിപൊളിയാണെന്ന് എനിക്കറിയാം. പപ്പടം തന്നെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ആ എണ്ണയിലിട്ട് വറുത്തപ്പോൾ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അച്ഛൻ ഭയങ്കര ആളാണ് കേട്ടോ, ഉസ്താദ്. ഇവിടെ ഡ്രാ 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 ഡ്ര ഡ്ര ഡ്രാ അവ ഡ്രോ ഓക്കെ. കുട്ടിക്കാലം ഓർമ്മ വരുന്നു. ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോകുമ്പോൾ കളിക്കുന്ന കളികളിലൊന്നായിരുന്നു. ശാലി ചേച്ചിയും ശരത്തേട്ടനും ഓർമ്മയുണ്ടേ? ശാലി ചേച്ചി ആ അമ്മ ജയിച്ചു, ഞാൻ ജയിച്ചു, അമ്മ ജയിച്ചു. അടിപൊളി. കളി കഴിഞ്ഞാ? ആ വെരി ഗുഡ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ അമ്മ